ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കാസ്റ്റേൺ പാത്രങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിത് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. അതിൽ നിന്ന് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒന്ന് തുറന്ന് നോക്കാം. ഇത് പെട്ടി വന്നപ്പോൾ കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഇങ്ങനെ പിച്ച് കീറിയൊക്കെ എടുത്ത മാതിരിയാണ് കാണുന്നത്. ചിലപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കൊണ്ട് എന്താണെന്ന് നോക്കിയതാണോ എന്തോ അറിയില്ല കേട്ടോ. ഇതിങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. കുറേ നാൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഇതുപോലെ കാസ്റ്റേൺ പാത്രങ്ങളൊക്കെ ഒന്ന് വാങ്ങണമെന്ന്. ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കടായി, കാസ്റ്റേണിൻ്റെ ഒരു കടായിയാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ള ഒരു സ്കില്ലറ്റും പിന്നെ ഒരു തവയുമാണ് വാങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം ഫ്രീ ആയിട്ട് ഒരു കടുക് വറുക്കുന്ന ഒരു പാത്രം കൂടിയുണ്ട്. അങ്ങനെ 4 കോംബോ ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 3 ഓർഡർ ചെയ്യുമ്പോൾ ആ കടുക് വറുക്കുന്ന സാധനം ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇത് ഇവരുടെ യൂസർ മാനുവൽ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു നോട്ടീസ് കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ കാസ്റ്റേൺ കുക്ക് വെയർ മാത്രമല്ല, ഇതിനകത്ത് ഇവർക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പുട്ടൂറ്റി മുതൽ കുക്കർ, ബിരിയാണി പോട്ട് വരെ, ചായപാത്രം, അങ്ങനെ എല്ലാതും ഇവരുടെ ഇതിലുണ്ട് കേട്ടോ. ഇവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ബിസ്മി കിച്ചൺ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 12% എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഞാനിത് തവയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് പോലെ തന്നെ നല്ല ഗ്ലേസിങ്ങോടുകൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇൻഡസ് വാലിയുടെ കുക്ക് വെയർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കിതിൽ കുക്ക് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴുകുന്നതും ഇതെങ്ങനെ യൂസ് ആക്കാമെന്നും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് സ്കില്ലറ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ലൊരു കളർ തന്നെയുണ്ട് സ്കില്ലറ്റിന്. ഉള്ളിൽ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയ ഒരു തരിതിരിപ്പ് പോലെയുണ്ട്. അത് നമുക്ക് കഴുകിയൊക്കെ നോക്കുമ്പോൾ റെഡിയാകും. സാധാരണ നമ്മൾ ഇരുമ്പ് പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഒരു കയ്യിലൊക്കെ ഒരു കറുത്ത കളർ വരലുണ്ട് അല്ലേ, ഒരു പൊടിയൊക്കെ. പക്ഷെ ഇതിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ, അടിപൊളിയാണ്. അടുത്ത ഒരു കടായിയാണ്. കടായിയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, മാഷാല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇത് നല്ല തിളക്കവും എല്ലാം ഉണ്ട്. നമ്മളിത് ഇരുമ്പ് പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് 3-4 ദിവസം വെക്കേണ്ട അങ്ങനത്തെ ഒരു ആവശ്യവും ഇല്ല. ഇൻഡസ് വാലിയുടെ ഈ കുക്ക് വെയറുകൾ, കാസ്റ്റേൺ കുക്ക് വെയറുകൾ നമുക്ക് ഒരു പ്രാവശ്യം കഴുകി തന്നെ എണ്ണ തേച്ച് ചൂടാക്കി, വീണ്ടും എണ്ണ തേച്ച് ചൂടാക്കി, അങ്ങനെ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പണ്ടത്തെ പോലെ കുറേ ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡസ് വാലിയുടെ അടിപൊളി കുക്ക് വെയറുകളാണ്. അപ്പോൾ ഇത് കടുക് വറുക്കുന്ന ഒരിതാണ്. ഇതും ഇതുപോലെ നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുടച്ചിട്ട് ഇങ്ങനെ തൂക്കിയൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്കില്ലറ്റും കടായിയും ദോശ തവയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം കടുക് വറുക്കുന്ന അതൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു കോംബോ ആണ്. അപ്പോൾ നമുക്കിത് കഴുകി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഏതെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരുപാട് സ്റ്റീലിൻ്റെ കമ്പിയൊന്നും ഇട്ട് ഉരയ്ക്കരുത്. ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പോഞ്ച് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അങ്ങനെ ഈ 4 പാത്രവും ഞാനൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇൻഡക്ഷൻ ബേസാണ്. അതുപോലെ തന്നെ നമുക്ക് വിറകടുപ്പിലും ഒക്കെ യൂസ് ആക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് ലൈഫ് ലോങ് ആണ് കേട്ടോ. വളരെ കാലം ഇത് നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടാതെ നോൺ ടോക്സിക്കുമാണ്. ഇതൊരു ഹെൽത്തി കുക്ക് വെയർ കൂടിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളിത് ഒഴിവാക്കേണ്ടി വരും. ഇത് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നൊന്നും കരുതണ്ട. കുറച്ച് ഓയിൽ തേച്ച് ഒന്ന് ചൂടാക്കി ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ വെള്ളമൊന്നുമില്ലാതെ എപ്പോഴും നല്ല ഉണക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമുക്ക് ജീവിതകാലം മുഴുവന് കുറേ കാലം, വർഷങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തലമുറകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെ പറയാം. അത്രയും നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക്. ഒരു പ്രാവശ്യം കേക്ക് എടുത്തപ്പോൾ തന്നെ നല്ല തിളക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കില്ലറ്റിൽ കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലും കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് അല്ലാതെ ഒന്ന് കഴുകി നന്നായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട്. വെള്ളം തീരെ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ ഒരു കുക്ക് വെയർ, ഈ ഒരു കാസ്റ്റേൺ കുക്ക് വെയറിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. വെള്ളം ഉണ്ടെങ്കിൽ തുരുമ്പെടുക്കുമെന്ന് മാത്രമാണ്. അത് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം ഇത് നമുക്ക് ലോങ് ടൈം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കിയ സമയത്ത് 1 ടീസ്പൂൺ ഓയിൽ, ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്
ഉൾഭാഗത്തെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക. ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തും 1 ടീസ്പൂൺ ഓയിലാക്കുക. വെളിച്ചെണ്ണ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഓയിലോ നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് എല്ലാതും അതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചൂടാക്കിയതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടിയും ചൂടാക്കുക. ഒന്ന് തണുത്തതിന് ശേഷം വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി ഒന്ന് പുക കാണുന്നത് വരെ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ആകും പുറവും ഒക്കെ എണ്ണ തേച്ച് ഒന്ന് തുടച്ചെടുക്കുക. ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്താൽ മതി. ലൈഫ് ലോങ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ. പിന്നെ ആദ്യത്തെ റെസിപ്പി ഞാൻ കാണിക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ്. കുറച്ച് ഈ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലും ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഇറച്ചിയോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ചിക്കനോ മീനോ ഒക്കെ പൊരിക്കുകയാണെങ്കിൽ ആ എണ്ണ ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ട് തണുക്കണം. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് കഴുകി യൂസാക്കാൻ പാടുള്ളൂ. കഴുകി നമ്മൾ എടുത്തു വെക്കാൻ പാടുള്ളൂ കേട്ടോ. എടുത്തു വെക്കുമ്പോൾ നല്ലോണം ഉണക്കി സൂക്ഷിക്കുക. വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുത്തു വെക്കുക. അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഉണക്കിയിട്ട് ഒരല്പം ഓയിലൊന്ന് നേരത്തെ കാണിച്ച പോലെ ആക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. ഓയിൽ അതിൽ വെക്കരുത്. നന്നായി തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല നോൺ സ്റ്റിക്ക് പോലെ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്കിത് കാണാം. ഓരോ റെസിപ്പി ചെയ്യുന്ന സമയത്തും ഇത് പിന്നെ നല്ല തിളക്കത്തോടുകൂടി ഇരിക്കുന്നത് കാണാം. ഇത് കണ്ടോ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തണുത്തിട്ട് കഴുകി തുടച്ച് എടുത്തതാണ്. ഇപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് ചെയ്യുന്നത് മുട്ട പൊരിച്ചതാണ്. സാധാരണ നമ്മൾ എന്താ പറയുക, അയൺ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അപ്പം തന്നെ ഒന്നും മുട്ടയൊന്നും പൊരിക്കാൻ സാധിക്കില്ല. ഇത് നോക്കാം, ഇൻഡസ് വാലിയുടെ ഈ പാത്രങ്ങളിൽ നല്ല മുട്ട പൊരിക്കാനും ഒക്കെ നല്ല കേട്ടോ, നോൺ സ്റ്റിക്കിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമും അതിൽ നിന്നൊരല്പം കുറച്ചും വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ ടോക്സിക്കുമാണ്, ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ ഇത് മുക്കി വെച്ച് വെക്കരുത് കുറേ സമയം. നമ്മുടെ സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകിയതിന് ശേഷം മാത്രം നമ്മളിത് പിന്നെ സിങ്കിൽ വെച്ചിട്ട് കഴുകിയെടുക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മളിത് കഴുകിയെടുക്കുക. പിന്നെ എന്താ പറയുക, ഇത് നല്ലൊരു ഹെൽത്തി വേഷനാണ്. ഇരുമ്പ് പാത്രങ്ങൾ നമ്മൾ അയൺ കുക്ക് വെയറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക അടിപൊളിയാണ്. നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഇത് ഫ്രീ സീസൺഡ് ആണ് കേട്ടോ ഇത് വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇത് നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു കാസ്റ്റ് അയണിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ബിസ്മി കിച്ചണിൽ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ലിങ്കും മറ്റെല്ലാ കാര്യങ്ങളും താഴ്ത്തു കൊടുക്കാം. ഇത് ഒരു മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്താ പറയുക, ഒരു പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പാത്രം നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കുക. എന്നിട്ട് നമ്മുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കാൻ മറക്കരുത്. ഇത് കണ്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മാത്രമേ കഴുകി ഉണക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.